പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ മെയ് 27 പ്രതിപക്ഷ നേതാവ് വിജയൻ്റെ ബേക്കർ ജംഗ്ഷനുള്ള വീടിന് മുന്നിൽ കോടതി ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നടന്ന ED റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങിയ ED ഉദ്യോഗസ്ഥന്മാരെ കല്ലും കട്ടയും കുറുവടിയും ചീമൊട്ടയുമായി അതിഭീകരമായി ആക്രമിച്ച സംഭവം വ്യാപകമായി ഇന്ന് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവത്തിൽ ഇതിനുള്ളിൽ ഏതാണ്ട് 26 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 5 പേർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞു. ആ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3 ഉത്തരവിൽ ആ ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും അത് പൊടുന്നനെ ഉണ്ടായതല്ലെന്നും ആ ആക്രമണം സ്റ്റേറ്റിനെതിരെ ഭരണകൂടത്തിനെതിരെ ഉള്ളതായിരുന്നുവെന്നും ആക്രമണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് വാസ് ആൻ അറ്റാക്ക് അഗൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുമൊക്കെയുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള വിധിയും വന്നു കഴിഞ്ഞു. ഇതിനിടയിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ അടുത്ത ഘട്ടത്തിൽ ജില്ലാ കോടതിയിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു എന്നുള്ള വാർത്ത വന്നു. അവർ വളരെ ഗൗരവമായി ഇതിനെ കാണാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരവും ഗുരുതരവുമായിട്ടുള്ള വകുപ്പുകളായിരിക്കും അതിൽ ഉൾച്ചേരുക എന്നുള്ള സംഭവം ഇതിനുള്ളിൽ തന്നെ വാർത്തയായി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിഷയവുമായി ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് ഈ ED ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ഏതാണ്ട് 20 പേരുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ പുതിയ വിവരം. ആ അന്വേഷണ സംഘത്തിന് ആഭ്യന്തരമന്ത്രി നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്നും ഇതിന് പുറകിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്നും ഈ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളതായി കാണുന്ന ഏത് ഉന്നതനാണെങ്കിലും ആ ഉന്നതനെ ഉൾപ്പെടെ ഈ കേസിൽ കക്ഷിയാക്കി തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പോലീസിന് നൽകിയ നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുവരെ നടന്ന പോലീസ് അന്വേഷണത്തിൽ പ്രവർത്തകരെ മാത്രമേ പ്രതികളാക്കിയുള്ളൂ എന്നും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തതായി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ ഇതിൽ പ്രതികളായിട്ടില്ല എന്നുമുള്ള ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഏതാണ്ട് 20 പേരുടെ കൻ്റോൺമെൻറ്റിലെ ACPയുടെ നേതൃത്വത്തിൽ ഉള്ള 20 പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതും എത്ര ഉന്നതനാണെങ്കിലും ഈ ആക്രമണത്തിൽ പങ്കാളിയാവുക അല്ലെങ്കിൽ ഗൂഢാലോചന പങ്കാളിയാവുക ചെയ്താൽ അവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് വ്യക്തമായിട്ടുള്ള സന്ദേശം കൊടുത്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്. സുഹൃത്തുക്കളെ, എനിക്കിന്ന് വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ ആക്രമണ സംഭവം ഇത് പൊടുന്നനെ ഉണ്ടായതല്ല എന്നും മറിച്ച് ഇത് ആസൂത്രിതമായിട്ട് ഉണ്ടായതാണ് എന്നുമുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ CPMൻ്റെ തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട ഒന്നിലധികം നേതാക്കന്മാർ ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ചു, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് അതിലവർ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, the intention of accused persons to cause death is easily identifiable from their acts. അതായത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത വാചകം വളരെ നിർണായകമാണ്. The said attack cannot be considered as spontaneous. അതാണ്
കോടതി പറയുന്നു. ഈ ആക്രമണം പൊടുന്നനെ ഉണ്ടായതല്ല എന്ന കാര്യം വ്യക്തമാണ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ ആക്രമണം പൊടുന്നനെ ഉണ്ടായതല്ല എന്നുള്ളതിന് ഒട്ടേറെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിനകം ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിൽ വളരെ ഇടുങ്ങിയ ഒരു വഴിയുടെ ഭാഗത്താണ് ഈ വിജയൻ താമസിക്കുന്ന പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട് കൂടിയുള്ള ആ വീട് നിലനിൽക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പല തരത്തിലുള്ള ജാഥകളും യോഗങ്ങളും ഒക്കെ നടക്കുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്തൊന്നും ഈ പറഞ്ഞതുപോലെ വലിയൊരു ആൾക്കൂട്ടം ഒന്നും പൊടുന്നനെ അവിടെ ഒന്ന് കൂടിയതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു യോഗമോ അല്ലെങ്കിൽ ഒരു ജാഥയോ നടത്തിയാൽ തന്നെ CPM വളരെ ആലോചിച്ച് യോഗങ്ങളൊക്കെ കൂടി ചുമതലകളൊക്കെ കൊടുത്ത് ഇത്ര സ്ഥലത്ത് നിന്ന് ഇത്ര പേരെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് കോട്ടയൊക്കെ കൊടുത്തിട്ടാണ് ആളുകളെ യോഗത്തിനും ജാഥകൾക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത കാലത്തായി CPM നടത്തുന്ന യോഗങ്ങൾക്കും ജാഥകൾക്കൊന്നും വലിയ തോതിൽ ആളൊന്നും കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ മെയ് 27-ാം തീയതി ഒരു 6-6:30 മണിയായപ്പോഴാണ് വിജയൻ്റെ ബേക്കർ ജംഗ്ഷനിലുള്ള ഇടുങ്ങിയ റോഡിലുള്ള വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ട ഞെട്ടിക്കുന്നൊരു സംഭവം എന്താ? ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു 300ഓളം ആളുകൾ, 300ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു എനിക്ക് 300ഓളം ആളുകൾ ആ വിജയൻ്റെ വീടിന് മുന്നിൽ തടിച്ചു കൂടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അവരവിടെ നിന്ന് തടിച്ചു കൂടുകയും അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ആളെ കൂട്ടാൻ, ഈ റെയ്ഡ് പ്രതിരോധിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഫോൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെന്തോ P. സുരേന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞിട്ട് CITUവിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് വിജയൻ്റെ വീടിന് മുന്നിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് CITU തൊഴിലാളികൾ യൂണിഫോമിൽ അവിടെ ആ വീടിന് മുന്നിൽ എത്തണം എന്ന് പറയുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? അവിടെ വിജയൻ്റെ വീടിന് മുന്നിൽ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് സംഘടിതവും ആസൂത്രിതവുമായി വലിയൊരു ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചു. അത് വളരെ ക്ലിയർ ആണല്ലോ ആ കാര്യത്തിൽ. അവരവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. അവർ രാവിലെ ഏതാണ്ട് ഒരു 8-9 മണി മുതൽ തന്നെ അവിടെ മൊത്തമായി അവരവിടെ കൂടി നിൽക്കുകയായിരുന്നു. എന്നാൽ ആക്രമണം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഏതാണ്ട് ഒരു 2:30-3 മണി സമയത്ത് ED ഉദ്യോഗസ്ഥന്മാർ വിജയൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ നിന്ന ജനക്കൂട്ടം അക്രമാസക്തരാകുന്നത്. ആ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെയുള്ള നേതാക്കന്മാരാരൊക്കെ ആയിരുന്നു? അവിടെ MP ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അവിടെ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, അവിടെ A. റഹീം ഉണ്ടായിരുന്നു, അവിടെ V. ജോയി ഉണ്ടായിരുന്നു, ആനാവൂർ നാഗപ്പൻ ഉണ്ടായിരുന്നു, VK പ്രശാന്ത് ഉണ്ടായിരുന്നു, ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പിടി നേതാക്കന്മാർ ഈ അക്രമം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ടെലിഫോണിലൂടെ സന്ദേശം കൈമാറുന്നതൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ അക്രമം തടയാൻ അവിടെ നിന്ന് ഒരു നേതാക്കന്മാരും ശ്രമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആകപ്പാടെ അക്രമം നടത്തുന്ന തടയാൻ വേണ്ടി ശ്രമിച്ചതായി തോന്നിപ്പിക്കുന്ന ചില നീക്കങ്ങൾ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മാത്രമാണ് നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കുറച്ചുകൂടി വിശദമായി ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് ആസൂത്രിതമല്ലായിരുന്നുവെങ്കിൽ, ഇതിന് ആക്രമണത്തിന് ഉള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ED ഉദ്യോഗസ്ഥന്മാരെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജനം അക്രമാസക്തമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ CPMൻ്റെ നേതാക്കന്മാർ ഗൗരവതരമായി നടത്തുമായിരുന്നു. അവർക്കതിന് കഴിയുമായിരുന്നു. അവർ ആക്രമണോത്സുകരാകരുത് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി നിൽക്കുന്ന ജനങ്ങളാണ് CPMൻ്റെ പാർട്ടി കേഡർമാർ. പക്ഷെ അത്തരത്തിൽ ഒരു ശ്രമവും അവർ അവിടെ നടത്തിയതായി നമ്മൾ കാണുന്നില്ല. അവർ ആക്രമണം നടക്കുന്ന സമയത്ത് അവർ നോക്കുകുത്തികളായി അവിടെ നിൽക്കുകയായി.
സുഹൃത്തുക്കളെ, നമുക്കുള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം, എം വി ഗോവിന്ദനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എം വി ഗോവിന്ദൻ ഈ ആക്രമണം അതിൻ്റെ ഗൂഢാലോചന അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ ആനാവൂർ നാഗപ്പൻ, മുൻ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ വർക്കല MLA ആയിട്ടുള്ള വി ജോയ്, CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള A റഹീം, VK പ്രശാന്ത്, ചുരുങ്ങിയത് ഈ 4 പേരെങ്കിലും അവിടെ ആളെ കൂട്ടുന്നതിനും അവിടെ അക്രമം നടത്തുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ VK പ്രശാന്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ളൊരു ഗുണ്ട, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, 10-18 കേസിലുള്ളൊരു ഗുണ്ടയാണ് ഈ കേസിലെ 1-ാം പ്രതി. IP ബിനു എന്ന് പറഞ്ഞിട്ടുള്ള ഗുണ്ട എവിടെ ഉണ്ടായിരുന്നു? ഇനി ഈ സംഭവം ആക്രമണം ആസൂത്രിതമായിരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ സുഹൃത്തുക്കളെ? അവിടെ വന്ന CPM ഗുണ്ടകളുടെ കയ്യിൽ ഇഷ്ടിക ഉണ്ടായിരുന്നു, കല്ല്, കട്ട, വടി, കുറുവടി, എന്തിനു പറയുന്നു, ചീമുട്ടയുമായിട്ടാണ് IP ബിനു അവിടെ എത്തിയത്. IP ബിനുവിന് എങ്ങനെയാണ് ചീമുട്ടയുമായി അവിടെ വരാൻ കഴിയുക? സ്വാഭാവികമായും ആലോചിച്ചുറച്ചെടുത്തൊരു തീരുമാനത്തിൻ്റെ അക്രമം നടത്തുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നെന്നുള്ള വ്യക്തമല്ലേ? എന്ന് മാത്രമല്ല, IP ബിനു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ പറഞ്ഞത്? പാർട്ടി എന്തു പറഞ്ഞാലും അത് ചെയ്യും എന്ന് കൃത്യമായി IP ബിനു അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും പിന്നീട് പറഞ്ഞില്ലേ? എന്ന് മാത്രമല്ല, ഈ അക്രമം നടക്കുന്ന സമയത്ത് സംഘടിതമായി ഒരു 1-2 ഡസൻ CPM ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് CPMൻ്റെ ഗുണ്ടകൾ എന്തിനാണ് സുഹൃത്തുക്കളെ അവിടെ വരുന്നത്? അപ്പോൾ ഒന്ന്, ആളുകളെ പൊടുന്നനെ അവിടെ വിളിച്ചു ചേർത്തു, അവരുമായി ആശയവിനിമയം നടന്നു, ഗുണ്ടകളെ അവിടെ കൊണ്ടുവന്നു. ഗുണ്ടകളെ അവിടെ കൊണ്ടുവന്നപ്പോൾ കല്ലും കുറുവടിയും വടിയും ഇഷ്ടികയും ചീമുട്ടയും ഒക്കെയായി അവിടെ എത്തിച്ചേർന്നു. അവരെ സുസംഘടിതമായി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തി അവിടെ കൊണ്ടുവന്നു എന്നുള്ള വിവരങ്ങളാണ് SITക്ക് ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് A റഹീമും വി ജോയും VK പ്രശാന്തും ഒക്കെ ടെലിഫോണുകളിൽ കൂടെ നടത്തിയ ബന്ധപ്പെടലുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈവശം എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല CPMനോടും വിജയനോടും വിധേയത്വം പുലർത്തുന്ന കീഴ്ത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വിശദാംശങ്ങളും SITയുടെ മുമ്പിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥൻ, CPM അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുവഹിച്ചതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ SITയുടെ മുമ്പിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ചില ഉന്നത ഉദ്യോഗസ്ഥർ വരെ, ചില അത്യുന്നത ഉദ്യോഗസ്ഥർ വരെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ SITയുടെ മുന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ED ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല എന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എടുത്തിട്ടുള്ള ഈ ചടുലമായ നീക്കത്തിൻ്റെ ഭാഗമായി CPMൻ്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു 1/2 ഡസൻ എങ്കിലും ഉന്നത നേതാക്കന്മാർ കേസിൽ പ്രതികളാവുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം.